എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അയല മീൻ വെച്ചിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. മീൻ പീര ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റിയാണ് ഈ രീതിയിൽ തോരൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് അയലയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന അയല ഇങ്ങനെയാണ്. നാട്ടിലെ അയലയിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ ടേസ്റ്റും കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതുപോലെ 2 അയലമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ അയല നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് മാംസം മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ അയലയിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞളും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചാലും മതി. വെള്ളം ഒഴിച്ച് വേവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവിയിലും വേവിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഈ ഒരു കഷ്ണങ്ങളിലേക്ക് പിടിക്കാനായിട്ട്. ഇനി 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അയല വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല. 10 മിനിറ്റിൽ താഴെ മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. കഷ്ണങ്ങളൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ അയിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കഷ്ണങ്ങൾ ഇതിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് തണുത്തിട്ട് നമുക്കിത് ഇനി മുള്ള് മാറ്റിയെടുക്കാം. ആ ഒരു സ്റ്റോക്ക് നമുക്ക് കളയണ്ട. നമ്മൾ എന്തെങ്കിലും പുലാവോ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുമ്പോഴും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുള്ള് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും പകുതി ഉലുവ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു വലിയ സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ്. ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ മുള്ള് മാറ്റിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ ഒരുപാടങ്ങ് പൊടിച്ചിട്ട് അല്ല ഇട്ടിരിക്കുന്നത്, നമ്മളിതിലിട്ട് ഇളക്കുമ്പോൾ പൊടിയും, അതുകൊണ്ടാണ് ഒരുപാടങ്ങ് പൊടിഞ്ഞ് എടുക്കാത്തത്. മീൻ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. തേങ്ങ നമ്മൾ ചതച്ചിട്ടൊന്നുമല്ല അങ്ങനെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ചെറിയ ഉള്ളി ഒക്കെ വെച്ചിട്ട് ചതച്ചിട്ടും ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പം നമ്മുടെ മീൻ തോരൻ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം എപ്പോഴും ഒരേപോലെ ചെയ്യാതെ ഈ രീതിയിലും കൂടി ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്